ആത്മനിവേദനം അറിയാതെ എന്നിലൻ മുഗ്ധാകുലികൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും കേൾക്കുന്ന ഒരു ഈണം, ഒരുപാട് പാട്ടുകൾ ഇതിൽ കേട്ടൊരു പരിചയം എല്ലാം നമുക്കിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും മനസ്സിൽ, അല്ലേ? സരേ ഗരി സദ സാ സരി ഗമ ഗരി സദ സരി ഗമ ദ മ ഗ രി സ രേ ഒരുപാട് പാട്ടുകളുണ്ട് ഈ ഒരു റൂട്ടിൽ, ഇങ്ങനെ ഈ ഒരു ഈണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സഞ്ചാരം ഉപയോഗിച്ച്. ഈ രാഗത്തിൻ്റെ പേരാണ് ആഭോഗി. ആഭോഗി എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്. അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ സരിഗമ ആത്മനിവി സരിഗമ ഗരി സരി ഗരി സ സരിഗമ തദ ധ എന്ന് പാടാം. സരിഗമ ദ സാധ മഗ രി സ. വളരെ മനോഹരമായതും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തരുന്ന ഒരു രാഗമാണ് ആഭോഗി. കർണാടക സംഗീതത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വർണ്ണം നമ്മൾ പറയാം, അങ്ങനെ ഒരു വർണ്ണം പഠിക്കുന്നുണ്ടല്ലേ. ആഭോഗി വർണ്ണം വളരെ ഫേമസ് ആയിട്ടുള്ള വർണ്ണം. ഈ രാഗം 22ാമത്തെ മേളകർത്ത രാഗമായ ഖരഹരപ്രിയ എന്നൊരു രാഗം ഉണ്ട്. ആ രാഗത്തിൽ നിന്നും ജനിച്ച രാഗമാണ്. ആ രാഗത്തിലുള്ള സ്വരങ്ങൾ എടുത്ത് ഉപയോഗിച്ച രാഗമാണ്. അതായത് സരി ഗമ സരി വലിയ രി, സരി ഗ ചെറിയ ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, സരി ഗമ ചെറിയ മധ്യമം, ധ വലിയ ദൈവതം, പഞ്ചമം ഉപയോഗിക്കുന്നില്ല, അല്ലേ? മായുടെയും ധായുടെ ഇടയിൽ ഒരു പഞ്ചമം വരുന്നുണ്ട്, പഞ്ചമം ഉപയോഗിക്കുന്നില്ല. പിന്നെ ധ സ എന്ന് വരിക, അതായത് പഞ്ചമവും നിഷാദവും ഉപയോഗിക്കാത്ത രാഗമാണ് ഏത്? ആഭോഗി. അതായത് പഞ്ചമ നിഷാദ വർജ്യരാഗം, ഒഴിവാക്കപ്പെട്ടത്. വർജ്യം എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടത്, അല്ലെ? വർജ്യം. ഇതാണ് ആഭോഗിയുടെ റൂട്ട്, സ്വരസഞ്ചാരം. ഇങ്ങനെ ഈ സ്വരങ്ങളിലൂടെ സഞ്ചരിച്ചാലാണ് ആഭോഗി എന്ന ഒരു ഈണം നമ്മളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ രാഗം വരുന്നത്. സരിഗമദ സദ മഗരി സദ 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 മഗരി സ. ഇതിലൊരുപാട് ഈ ഒരു റൂട്ടിൽ പാട്ടുകളുണ്ട്. മലയാള സിനിമയിൽ ലളിതഗാനങ്ങളുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്. കൈക്കുടന്ന നിലാവ് എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ഇനിയും, അല്ലേ? ഇനിയും പരിഭവമരുതേ താനേ, ഇനിയും പരിഭവമരുതേ സരിഗമ ഗരി സ സരിഗമ ത മഗരി സരിഗമ
ദസദ മകരി സ. അതുപോലെ സൂര്യഗായത്രി എന്ന സിനിമയിലാണ് എൻ്റെ ഓർമ്മയിൽ, ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു, രവീന്ദ്ര മാഷ് ഏതൊരു പാട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ആലില മഞ്ചലിൽ നീയാടുമ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സരിഗ ഗരി സരി സദ ആലില മൻ സരിഗ ഗരി സലില മഞ്ചലിൽ നീസാരി സ നീരാടും സരി സദാ നീരാടുമ്പോൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം അല്ലേ? ഇങ്ങനെ സ്വരങ്ങളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തിലൊരു പാട്ടുണ്ട്, കാത്തിരിപ്പൂ കൺമണി, കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ വസന്തഗീതങ്ങൾ പറഞ്ഞിട്ടൊരു രവീന്ദ്രൻ മാഷ് ദാസേട്ടൻ കോമ്പിനേഷനിൽ ഒരുപാട് കാലം മുമ്പ്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇറങ്ങിയ തരംഗിണിയുടെ ഒരു ആൽബത്തിൽ മാമാങ്കം പലക്കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ, കേട്ടിട്ടുണ്ടാവും. ഈ രാഗം അധികമായിട്ടും ഉപയോഗിക്കുന്നത് ഭക്തിക്കും കരുണ എന്നീ രസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികം ഉപയോഗിക്കുന്നത്. എങ്കിലും നമ്മൾ എന്താ പറയുക, ശൃംഗാരം, സ്നേഹം ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഭക്തി, കരുണ എന്നീ രസങ്ങൾക്കാണ്. ഖരരപ്രിയ എന്ന് പറയുന്ന മനോഹരമായ രാഗത്തിൽ നിന്നും ജനിച്ച രാഗമാണ് ആഭോഗി. പിന്നെ ഇതിൽ നമ്മൾ പറയുമ്പോൾ തൊഴുകൈ കൂപ്പി നിൽക്കും അങ്ങനൊരു പാട്ടുണ്ട്, ഉണ്ണിമേനോൻ ആലപിച്ചൊരു പാട്ട്, തൊഴുകൈ കൂപ്പി നിൽക്കും. ഇതൊക്കെ ആഭോഗി എന്ന് പറയുന്ന രാഗത്തിലുള്ള പാട്ടുകളാണ്. ഒരുപാട് പാട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പാട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. സരിഗമ ദസധ മഗ രീ സ അല്ലേ? പഞ്ചമം ഇല്ല, നിഷാദം ഇല്ല. സ്വരങ്ങൾ എന്താണ്? ഷഡ്ജം കഴിഞ്ഞാൽ എതിരിയ വലിയരി, സരേ ചെറിയ ഗാന്ധാരം, സരിഗ ചെറിയ മധ്യം, സരിഗമ ധ വലിയ ദൈവതം, സ സധ മഗ രീ സ. അതുപോലെ ഈ രാഗത്തിൽ ചെറിയ നിഷാദം വെച്ചാൽ, അതായത് സരിഗമദനി സ എന്ന് വെച്ചാൽ എന്താണ്? ശ്രീരഞ്ജിനി എന്ന് പറയുന്ന രാഗമായി മാറും. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് സംഗീതത്തിൽ. അത്ഭുതങ്ങളുടെ ലോകമാണ് ശരിക്കും സംഗീതം. ഏത് സംഗീതമാണെങ്കിലും, കർണാടക സംഗീതമാണെങ്കിലും ശരി, ഹിന്ദുസ്ഥാനി ആണെങ്കിലും ശരി, ഏത് സംഗീതമാണെങ്കിലും ഇതൊക്കെ ഓരോ സ്വരങ്ങളിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. ഒരു സ്വരം മാറിയാൽ മാറുന്ന ഭാവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് അത്ഭുതമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് ആഭോഗി എന്ന് പറയുന്ന ഈ രാഗത്തിൻ്റെ ഒന്ന് പരിചയപ്പെട്ടു. ആ രാഗത്തിലെ കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ പാടി. അതുപോലെ ഈ രാഗം പഞ്ചമം ഉപയോഗിക്കാത്ത രാഗമായതുകൊണ്ട് ഇത് മധ്യമ മാ വെച്ച്, മാ പഞ്ചമത്തിന് പകരം മധ്യമം ശ്രുതി ചേർക്കുക. സാ മാ സാ വെച്ച് ആണ് പാടേണ്ടത്. എങ്കിൽ ഇതിൽ കൂടുതൽ ശ്രുതി ചേരുകയുള്ളൂ. സാ മാ സാ മാ സാ സരിഗ മ പഞ്ചമില്ല. അപ്പോൾ സാ മാ സാ ശ്രുതി വയ്ക്കുക, എന്നിട്ട് പാടുക. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ആഭോഗിയുടെ ഒരു നമ്മൾ ചില ഈണങ്ങൾ കേൾക്കുമ്പോൾ
അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഈണം മീൻസ് ആ ഒരു രാഗസഞ്ചാരം, ആ സ്വരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന രാഗം അല്ലെങ്കിൽ കിട്ടുന്ന ഈണം നമ്മളിൽ എങ്ങനെ അനുഭവിക്കുന്നു, അത് എവിടുന്നൊക്കെ നമ്മൾ എങ്ങനെയെല്ലാം നമുക്കതിൻ്റെ ലഭിക്കുന്നു, അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ നമുക്ക് അത് ഈ രാഗമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ഈണം, ഈ ഒരു രാഗം കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള രാഗമായിട്ട് സാമ്യമുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ആലോചിക്കുക, ഇത് ആഭോഗിയാണോ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സരിഗമ ദ സദ മഗ രെ സരിഗ രെ സദ മദ സ മദ സ മദ സദ സരി ഗമ ദ സദ ദ സദ ദ സരി സദ ന രേ രേ പിന്നെ നമ്മുടെ ആഭോഗ്യം ഇവിടെ തീരുന്നു. അടുത്ത പ്രാവശ്യം, അടുത്ത ആഴ്ച വേറൊരു രാഗവും കുറച്ച് പാട്ടുകളായിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.